വളരെ ടേസ്റ്റിയുള്ളൊരു ഉപ്പുമാവ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് റോസ്റ്റഡ് റവ ഒരിക്കൽ കൂടി റോസ്റ്റ് ചെയ്യുവാണ്. ഏകദേശം 3 മിനിറ്റോളം ലോ ഫ്ലെയിമിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റവ കൂടുതൽ കട്ടിയായിട്ട് നമുക്ക് കിട്ടും, ഉപ്പുമാവ് കുഴഞ്ഞു പോകാതിരുന്നോളും. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും ആഡ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഏകദേശം 4 പേർക്ക് സെർവ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണിത്. ഇതിൻ്റെ അളവ് 1 ഗ്ലാസ് റവയ്ക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിലേക്ക് നമുക്ക് നട്ട്സും കിസ്മിസും ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് 1.5 ഇഞ്ച് വലിപ്പത്തിൽ ഉള്ള ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആഡ് ചെയ്യുക. 2 വറ്റൻമുളകും 3 തണ്ട് കറിവേപ്പിലയും ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒരു 20-25 സെക്കൻഡോളം സോട്ട് ചെയ്താൽ മതിയാകും. നമ്മളിപ്പം 2 ഗ്ലാസ് റവ എടുത്തുകൊണ്ട് 3.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിന് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് 3 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതിയാകും. ഒരു 20-25 സെക്കൻഡോളം സോട്ട് ചെയ്താൽ മതി. സവാള ഒന്ന് വാടി തുടങ്ങിയാൽ മതി. ഏകദേശം ഈ ഒരു കളറിൽ എത്തിയാൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു ഇടത്തരം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഒരു 3 ടേബിൾ സ്പൂണോളം മതിയാവും. ഇതും ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു 1 മിനിറ്റോളം സോട്ട് ചെയ്താൽ മതിയാകും. ഇതിലേക്ക് നമുക്ക് 3.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പുമാവിന് നല്ലൊരു ഫ്ലേവറും കിട്ടും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റായും നമുക്ക് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. ഞാൻ ഈ വെള്ളത്തിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ആ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ഉപ്പുമാവ് വെന്ത് വരുമ്പോൾ നമുക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ നേരത്തെ അളന്ന് വെച്ച 2 ഗ്ലാസ് റവ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് നല്ല റൗണ്ടിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ, എങ്കിലേ റവ എല്ലായിടത്തും എത്തത്തുള്ളൂ, നന്നായിട്ട് വെന്തും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുക. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ഒതുക്കി ഒന്നിച്ചാക്കി വയ്ക്കുക. ഇതാ ഈ ഒരു രീതിയിൽ വയ്ക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം. ഒരു 1 മിനിറ്റ് മതി ഈ റവ വേവാൻ. 1 മിനിറ്റ് കഴിഞ്ഞു, റവ വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അധികം മധുരം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എന്നാൽ ഉപ്പുമാവിനൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും. നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് ഇത്. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല കളർഫുള്ളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് ഇത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.